أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1160 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. صدق الله العلي العظيم. സൂറത്ത് നൂറിലെ 16 മുതൽ 18 വരെയുള്ള 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ അവരുടെ പേരിൽ വ്യഭിചാര ആരോപണം നടത്തിക്കൊണ്ട് കപടവിശ്വാസികൾ പ്രചരിപ്പിച്ച തെറ്റായ അടിസ്ഥാനരഹിതമായ വാർത്തയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സൂറത്ത് നൂറിലെ 11-ാമത്തെ ആയത്ത് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അല്ലാഹു ആ വിഷയത്തിൽ സത്യവിശ്വാസികൾ സ്വീകരിച്ച നിലപാട് അപാകതയുള്ളതായി എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. നിങ്ങളുടെ നാവില് നിങ്ങൾ കേട്ട തെറ്റായ വാർത്ത ഏറ്റുപറയുന്നവരാവുകയും നിങ്ങൾ വായ കൊണ്ട് അത് ആവർത്തിച്ച് പറയുകയും മറ്റുള്ളവർ കേൾക്കാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്ന വിധത്തില് അതാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു വിഷയം ആണ് താൻ. അങ്ങനെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന വിധത്തിലാണ് അല്ലാഹുവിടെ ഒരു വിഷയം ഉന്നയിക്കുന്നത്. നിങ്ങളത് കരുതിയത് വളരെ നിസ്സാരമായ ഗൗരവമുള്ള ഒരു വിഷയമല്ലാത്ത വിധത്തിലാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് അതിഭയങ്കരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് എന്നുകൂടി അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു സത്യവിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ. വലൗല ഇത് സമയത്തുമൂഹു ഖുൽതും, ആ കാര്യം കേൾക്കാനിടയായപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല
എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വലൗല ഇത് സമയത്തുമൂഹു ഖുൽതും, വലൗല ഖുൽതും, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായില്ല? ഇത് സമയത്തുമൂഹു, ആ വ്യാജ വാർത്ത നിങ്ങൾ കേൾക്കാനിടയായപ്പോ, വ്യാജമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടത് കേൾക്കാനിടയായപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിധത്തിൽ പറയുന്നവരായില്ല എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്താണ് പറയേണ്ടിയിരുന്നത്? അള്ളാഹു പ്രതീക്ഷിച്ച കാര്യം, മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പാടുള്ളതേ അല്ല. ഇത് നമുക്ക് ഭൂഷണമായ കാര്യമല്ല. സുബ്ഹാനക, അള്ളാഹു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. ഹാദാ ബുഹ്താനുൻ അളീം, ഇത് അതിഭയങ്കരമായ വ്യാജമായ ദുരാരോപണമാണ് എന്നായിരുന്നില്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്? അത് പറയാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് അള്ളാഹുവിടെ ചോദ്യം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യാജ വാർത്ത, ഒരു പച്ചക്കള്ളം നിങ്ങൾക്ക് കേൾക്കാനിടയായപ്പോ നിങ്ങളെ കുറിച്ച് തന്നെയുള്ള സദ്വിചാരം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് മതിപ്പുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ സദ്വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ലേ? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, ഇങ്ങനെ ഒരു വർത്തമാനത്തിൽ ഏർപ്പെടാൻ നമുക്ക് പാടുള്ളതല്ല. ഇത് ഭൂഷണമല്ല, ഇത് നമുക്ക് ചേരുന്ന ഒരു സംഗതിയല്ല എന്ന് പറയുകയും, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, സുബ്ഹാനല്ലാഹ് എന്നത് ഒരു ഞെട്ടലുണ്ടാക്കുന്ന, അങ്ങേയറ്റത്തെ വെപ്രാളം ഉണ്ടാക്കുന്ന ഒരു കാര്യം കാണാനോ കേൾക്കാനോ ഇടയായാലാണ് അങ്ങനെ ഒരു എക്സ്പ്രഷൻ, അത് അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചോതുന്നതോടൊപ്പം തന്നെ സൃഷ്ടികളായ മനുഷ്യരുടെ പരിമിതിയും അതുപോലെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയ വീഴ്ചകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എക്സ്പ്രഷനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. നമസ്കാരത്തില് ഒരു മറവി സംഭവിച്ചത് ചൂണ്ടിക്കാണിക്കൽ അങ്ങനെയാണ്, മഅ്മൂമുകള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഞെട്ടലുളവാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, ഒരു നമ്മളെ പെട്ടെന്ന് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കേൾക്കാനൊക്കെ ഇടയായാൽ, നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ പരിമിതിയും വീഴ്ചയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അബദ്ധങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മളുടെ പോരായ്മയെ ഉൾക്കൊണ്ടുകൊണ്ട് കാണിക്കുന്ന ഒരു വികാര പ്രകടനം, അതിന്റെ രൂപമാണ് സുബ്ഹാനല്ലാഹ്. അറബ് ഇസ്ലാമിക സംസ്കാരത്തിൽ വളരെ കൂടുതലായിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ലേ? ഇങ്ങനെ ഒരു സംഗതിയിൽ വ്യാപൃതരാവുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ഒരു സംസാരത്തിൽ ഏർപ്പെടുക എന്നത് ഒരിക്കലും തന്നെ ചേരുന്ന കാര്യമല്ല, ഭൂഷണമായ കാര്യമല്ല. ഇത് അതിഭയങ്കരമായ ഒരു വ്യാജ ആരോപണം മാത്രമാണല്ലോ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതിരുന്നത് എന്നതാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. വളരെ വ്യക്തമായിട്ടും ഇസ്ലാമിക സമൂഹത്തിനെ അവരുടെ സാംസ്കാരിക, വൈയക്തിക, സാമൂഹിക മണ്ഡലങ്ങളെ ഏത് അടിത്തറയിലാണ് പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു വളരെ സുപ്രധാനമായ കാര്യമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. സദ്വിചാരം ഉണ്ടാവുക എന്നതാണ് അതിന്റെ അടിത്തറ. നമ്മളെ കയ്യിൽ വ്യക്തമായ തെളിവില്ലാത്ത ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരാളെ കുറിച്ചോ ഒരു കുടുംബത്തിനെ കുറിച്ചോ ഒരു സമൂഹത്തെ കുറിച്ചോ നമ്മൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഏത് വ്യക്തിയെ കുറിച്ചാണെങ്കിലും അവര് നന്മയിൽ നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് എന്ന, സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക് പൊതുവായി അറിയുന്ന അവസ്ഥയിൽ അവരെ കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. സദ്വിചാരമാണ് ഉണ്ടാവേണ്ടത്.
നമുക്കൊരു ദുർവിചാരം ഒരാളെ കുറിച്ച് ഉണ്ടാവണമെങ്കിൽ അതിന് തെളിവ് വേണം. അങ്ങനെ തെളിവില്ലാത്തിടത്തോളം കാലം അവരുടെ പൊതുവായ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് അവരെ കുറിച്ച് സദ്വിചാരം ഉള്ളവരായിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്നതാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ദൂതന്റെ പത്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 വർഷങ്ങളോളമായിട്ട് അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ത്യപ്രവാചകനാണ്. ആ സമൂഹത്തില് വലിയ പരിവർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ ദൂതൻ അതിനകം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തില് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഏറ്റുപറയുകയോ അത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള സംസാരത്തിൽ ഏർപ്പെടുകയോ ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമായ അവർക്ക് ചേരുന്ന ഒരു കാര്യമേ അല്ല. മറിച്ച് അവര് ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് സദ്വിചാരം നിലനിർത്തുന്നവരായിട്ടാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. വലൗല ഇത് സമയത്തുമോഹു, നിങ്ങൾ ഈ വിഷയം കേൾക്കാനിടയായപ്പോ എന്തുകൊണ്ട് വലൗല ഖുൽതും, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല, ഇത് നമുക്ക് ചേരുന്നതല്ല. സുബ്ഹാനല്ലാഹ്, ഇത് അതിഭീകരമായ ഒരു ദുരാരോപണമാണല്ലോ എന്നായിരുന്നില്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. ഇത് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിൽ ആയതുകൊണ്ടാണ് സുബ്ഹാനക എന്നിവിടെ പറയുന്നത്. അത് അങ്ങനെയല്ല എങ്കിൽ സുബ്ഹാനല്ലാ എന്നാണ് പറയാം. ഈ കോണ്ടെക്സ്റ്റിന്റെ ഒരു ചേർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ആവുന്നതാണ്. അപ്പോ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് പറയേണ്ടിയിരുന്നില്ലേ നിങ്ങൾ? ഇങ്ങനെയുള്ള ഒരു വ്യാജാരോപണം ഉന്നയിക്കപ്പെടുമ്പോ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നത് പോലും നമുക്ക് ചേരുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് അവിടെ തന്നെ വിരാമമിടുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. തുടർന്ന് അള്ളാഹു ഒരു ഉപദേശം നൽകുകയാണ്. യഅ്ലുകുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്കൊരു വഅദ് നൽകുന്നു, ഒരു ഉപദേശം നൽകുകയാണ്. എന്താണത്? അൻ തഊദു ലിമിത്ലിഹി അബദ, ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു കൃത്യം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന്. ഇനി മേലിൽ ഒരിക്കലും ഇതുപോലെ ഒരു വീഴ്ച നിങ്ങളിൽ ഉണ്ടാവരുത്, നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവരുത് എന്നതാണ്. മേലിലെങ്കിലും ഇത്തരം ചെയ്തികൾ ആവർത്തിക്കരുതെന്ന് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. യഅ്ലുകുമുല്ലാഹു, യഅ്ല വഅല യഅ്ലു എന്നാണ്. അതിനാണ് വഅല് എന്ന നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്ക് വരുന്നത്. യഅ്ലുകുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, ഗുണദോഷിക്കുന്നു. അൻ തഊദു ലിമിസ്ലിഹി അബദ, ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇനി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, വിശ്വാസമാണ് അതിന്റെ അടിത്തറ. അള്ളാഹുവിലും അവന്റെ ദൂതനിലും അന്ത്യദിനത്തിലും ഒക്കെ വിശ്വാസമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ അവരുടെ ഓരോ ചെയ്തിയുടെയും കൃത്യമായ അടിത്തറയിൽ മാത്രമേ അവരെ ചെയ്യുകയുള്ളൂ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചുള്ള ഒരു ബോധം അവർക്കുണ്ടാവും. ശരിയായ അടിത്തറയിൽ നിന്നുകൊണ്ടേ അവര് എന്തും പറയൂ, എന്തും ചെയ്യൂ, എന്ത് വിഷയത്തിലും നിലപാട് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു ഇത് നേരെ സത്യവിശ്വാസവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വാസികളെങ്കിൽ ഇങ്ങനെ ഒരിക്കലും തന്നെ മേലിൽ ഉണ്ടായി പോകരുത് എന്നാണ്
അള്ളാഹു ഇവിടെ നൽകുന്ന ഉപദേശം. വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഇവിടെ ആയാത്ത് എന്ന് പറയുമ്പോൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാവണമെന്നില്ല. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ എന്ന അർത്ഥത്തിലും ആവണമെന്നില്ല. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അവൻ വ്യക്തമാക്കി തരുന്നു എന്ന അർത്ഥത്തില് അതിനെ ഉൾക്കൊള്ളുന്നതാണ് കൂടുതൽ ഉചിതമായിട്ട് അനുഭവപ്പെടുക. വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അള്ളാഹു അവന്റെ ആയാത്തുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. ഇതിലൊക്കെയും അള്ളാഹു നിങ്ങൾക്ക് ചില പാഠങ്ങൾ വെച്ചിട്ടുണ്ട്, ചില നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് വ്യക്തമാക്കി തരികയാണ് അവൻ നിങ്ങൾക്ക്. വല്ലാഹു അലീമുൻ ഹക്കീം, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോ ഈ മൂന്നായത്തുകളിലൂടെയായിട്ട് അള്ളാഹു സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ ഉണ്ടായ ആ വലിയ ഒരു വീഴ്ച, അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. മേലിൽ അങ്ങനെ ഒരു സംഗതി ഒരു കാരണവശാലും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന വിധത്തിലാണ് അള്ളാഹുയുടെ കാര്യം വ്യക്തമാക്കുന്നത്. സത്യവിശ്വാസികളുടെ നിലപാട് ഇതായിരിക്കണം. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല പശ്ചാത്തലത്തിലുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ വല്ല വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടാൽ അവര് അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയല്ല വേണ്ടത്. അത് കേട്ട പാടെ അവരതിനെ തള്ളിക്കളയുകയാണ് വേണ്ടത്. ഇതൊന്നും സംസാരിക്കുന്ന പോലും നമുക്ക് പാടുള്ള ഒരു കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, ഇത് കല്ല് വെച്ച നുണയാണ്, കെട്ടിവെച്ച നുണയാണ് എന്നാണ്, അല്ലെങ്കിൽ വ്യാജ പ്രചാരണമാണ് എന്നാണ്. ഔട്ട്റൈറ്റ് ആയിട്ട് അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. ഇത് തെളിവ് ഹാജരാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഒരു വിഷയം ഉന്നയിക്കുന്ന കാര്യത്തിൽ നൽകപ്പെടുന്ന നിർദ്ദേശമല്ല. വ്യാജമായ ആരോപണങ്ങൾ തെളിവൊന്നുമില്ലാതെ, ആര് എവിടെ എപ്പോ എങ്ങനെ എന്നൊന്നുമില്ലാതെ ദുഷ്പ്രചാരണം നടത്തുക എന്ന പ്രത്യക്ഷ ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം ദുരാരോപണങ്ങളുടെ കാര്യത്തിൽ അതിന് കാതുകൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരത്തിൽ പങ്കാളിയാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. മറിച്ച് കേട്ട പാടെ അത് തള്ളിക്കളയുകയും, അത് അങ്ങനെയുള്ള ദുരാരോപണങ്ങളുടെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇത് ബുഹ്താനിൻ അലീമാണ്, അതിഭീകരമായ ഒരു വ്യാജ ആരോപണമാണ് എന്ന വിധത്തിൽ അതിനെ തള്ളിക്കളയുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോൾ നേരത്തെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യവും കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ, സമൂഹത്തില് നടക്കുന്ന എല്ലാ തിന്മകളെയും സാഹചര്യ തെളിവുകളോ സൂചനകളോ വെച്ചുകൊണ്ട് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അത് പുറത്തെടുത്തിട്ട് അലയ്ക്കുക എന്നൊരു പരിപാടിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ നന്മ ഉണ്ടാവുകയാണ് ഇസ്ലാം ലക്ഷ്യമിടുന്ന കാര്യം. നന്മ ഉണ്ടാകുന്നതിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്, നന്മക്കാണ് മേൽക്കൈയുള്ളത് എന്ന ഒരവസ്ഥ നിലനിൽക്കുക എന്നത് അതിന് വളരെ ആവശ്യമാണ്. തിന്മ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. എല്ലാവരും, ആ ആളും ഈ ആളും മറ്റേ ആളും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് എന്ന വിധത്തിൽ വരുന്ന ഒരു ധാരണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ല. അപ്പോ തിന്മ ഇല്ലാതാക്കുന്നതിന്റെ ഒരു പ്രക്രിയ കൂടിയാണത്. പിന്നെ തിന്മക്കുള്ള ശിക്ഷ ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ എന്നതൊരു തെറ്റിദ്ധാരണയാണ്. പല തിന്മകളെയും അള്ളാഹു മൂടിയിട്ടതായിരിക്കും. ചിലർക്ക് അള്ളാഹു അത് വീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുത്തിട്ടുണ്ടാവും. ചിലർക്ക് മഗ്ഫിറത്ത് നൽകി, കഫാറത്ത് നൽകി അള്ളാഹു അവർക്ക് അതിൽ വലിയ
അവരുടെ അത്തരം കളങ്കങ്ങളെ മറച്ചു പിടിക്കുന്നുണ്ടാവും. അതൊക്കെ വാരി വലിച്ച് പുറത്തിടാൻ നമ്മെ ആരും ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതല്ല അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന രീതിയിൽ അള്ളാഹു അത് കൈകാര്യം ചെയ്തോളൂ. അത്തരം പല വീഴ്ചകളും നമുക്കൊക്കെ സംഭവിക്കുന്നതിന്റെ ദുനിയാവിൽ തന്നെ ചില നടപടിക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടാവും. ആഖിറത്തില് മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ ലഭിക്കേണ്ട വിധത്തില് തൗബ ചെയ്ത് മടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഴ്ചകളും പോരായികകളും ഒക്കെ അള്ളാഹു മൂടിയിടും. ദുനിയാവിൽ വെച്ച് തന്നെ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തിലെ ചില കടുപ്പമുള്ള പരീക്ഷണങ്ങളോ ഒക്കെ കൊടുത്തുകൊണ്ട് അള്ളാഹു അതിന് പരിഹാരമുണ്ടാക്കും. ആഖിറത്തില് അവര് ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകാത്ത വിധത്തില് അവരോട് അള്ളാഹു വലിയ അലിവും ആർദ്രതയും ഒക്കെ കാണിക്കും. അത് അള്ളാഹുവിന്റെ ഒരു നയമാണ്, അള്ളാഹുവിന്റെ ഒരു സന്നദ്ധതയാണ്. അതില് ഇടപെട്ട് അങ്ങനെ യാതൊന്നും ഇല്ലാത്ത വളരെ നിർദ്ധയനായ ഒരു അള്ളാഹുവിനെ അല്ല നമുക്ക് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. എല്ലാ വീഴ്ചകൾക്കും ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് കൈകാലുകള് നഷ്ടപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ പേരുണ്ടാവുക. ഓരോ നാട്ടിലും കൈ വെട്ടിമാറ്റപ്പെട്ടവരും കാല് മുറിഞ്ഞു പോയവരും കഴുത്തിന്റെ മേലോട്ട് ശിരസ് ഇല്ലാത്ത അവസ്ഥയിലുള്ളവരും ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാവുക. അപ്പൊ എല്ലാ തെറ്റുകൾക്കും ശിക്ഷ നടപ്പിലാക്കുക എന്നതല്ല അള്ളാഹുവിന്റെ നിലപാട്. പ്രത്യക്ഷത്തില് തെളിവുള്ളതായി മാറുന്നുവെങ്കിൽ അത് മാതൃകാപരമായ ശിക്ഷ അക്കാര്യത്തിൽ നടപ്പിലാക്കുക എന്നത് അള്ളാഹു നിർദ്ദേശിച്ച കാര്യമാണ്. എന്നാൽ അള്ളാഹു തന്നെ മൂടിയിട്ട ചില തെറ്റുകള്, ചില തിന്മകള്, ചില ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വാരി വലിച്ചു പുറത്തിടാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ഇരകൾക്ക്, ആരുടെയെങ്കിലും ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വന്ന തരം ആളുകൾക്ക് അതിന് പരിഹാരമുണ്ടാവുക എന്നത് ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് താൻ. സ്വകാര്യതകളിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള തിന്മകളെ അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വിധേയമായി ആക്കി ശിക്ഷ നടപ്പിലാക്കുക എന്ന ഒരു ഉത്തരവാദിത്വം അള്ളാഹു ആരുടെയും മേൽ വെച്ച് കെട്ടിയിട്ടില്ല. അതേ സമയത്ത് അത് പരസ്യപ്പെടുന്നുവെങ്കിൽ, അത് 4 സാക്ഷികളുള്ള വിധത്തിലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അക്കാര്യത്തില് നിർദ്ദയം നടപടി സ്വീകരിക്കുക എന്നത് അള്ളാഹു സത്യവിശ്വാസികളെ പൊതുവായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം കൂടിയാണ് താൻ. അത് സത്യവിശ്വാസികൾ വ്യക്തികൾ എന്നുള്ള നിലക്ക് നടപ്പിലാക്കേണ്ട കാര്യമല്ല. ഭരണകൂടം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുന്ന ഘട്ടത്തില് അവരുടെ ചുമതലയായിട്ട് നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഖുർആൻ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം പൂർണ്ണമായിട്ട് ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആയത്തുകൾ കൂടി തുടർന്നു വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.